ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഇന്നലത്തെ ബാക്കി നോക്കാം. നവംബർ മാസം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒക്ടോബർ മാസത്തിലെ PSC ബുള്ളറ്റിനിലെ ആദ്യത്തെ പാർട്ടാണ് കേട്ടോ. ആദ്യത്തെ പാർട്ടിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു, അതൊന്ന് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഒക്ടോബറിലെ ഡീറ്റെയിൽ കറണ്ട് അഫയേഴ്സും നോക്കാം. സിംഗപ്പൂരിലെ നന്യാങ് സാങ്കേതിക സർവകലാശാല അധ്യാപികയായ ഇന്ത്യൻ വംശജ പ്രശാന്തി റാമിന് സിംഗപ്പൂർ സാഹിത്യ സമ്മാനം. അവരുടെ ചെറുകഥാ സമാഹാരമായ 9 യാർഡ് സീരീസ് ആണ് പുരസ്കാരം നേടിയത്. അപ്പോൾ സിംഗപ്പൂർ സാഹിത്യ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജ പ്രശാന്തി റാമിൻ്റെ ചെറുകഥയാണ് 9 യാർഡ് സീരീസ്. ഇൻ്റർനാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെല്ലോ ആയി പ്രൊഫസർ കാന എം സുരേഷിനെ തിരഞ്ഞെടുത്തു. ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്ന ഉന്നത ബഹുമതിയാണ് ഈ ഫെലോഷിപ്പ്. ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ഉന്നത ബഹുമതിയാണ് ഈ ഫെലോഷിപ്പ്. അത് ലഭിച്ചത് ആർക്കാണ്? കാന എം സുരേഷിന്. ശാസ്ത്ര ഗവേഷണർക്ക് നൽകുന്ന മേരി ക്യൂറി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? നമിത നായർ അല്ലേ? നമിത നായർക്കാണ് മേരി ക്യൂറി അവാർഡ് കിട്ടിയത്. 1.3 കോടി രൂപയുടെ അവാർഡാണ് മേരി ക്യൂറി അവാർഡ് നമിത നായർക്ക്. ഇത് തന്നെ ശാസ്ത്ര ഗവേഷണ രംഗത്ത് ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ഉന്നത ബഹുമതി തന്നെയാണ് ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അത് ലഭിച്ചത് കാന എം സുരേഷിന്. അടുത്തത് തപസ്യ കലാസാഹിത്യവേദിയുടെ 14ാമത് സഞ്ജയൻ പുരസ്കാരം ചരിത്ര പണ്ഡിതൻ ഡോക്ടർ MGS നാരായണന് ലഭിച്ചു. ആർക്കാണ് ലഭിച്ചത്? സഞ്ജയൻ പുരസ്കാരം ഡോക്ടർ MGS നാരായണന്. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ഇത്തവണത്തെ അമൃതകീർത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കവി പ്രൊഫസർ V മധുസൂദനൻ നായർക്കാണ് അമൃതകീർത്തി പുരസ്കാരം ലഭിച്ചത്. അമൃതകീർത്തി പുരസ്കാരം ലഭിച്ചത് കവി പ്രൊഫസർ V മധുസൂദനൻ നായർ. തമിഴ്നാട് സർക്കാർ നൽകുന്ന കലൈഞ്ചർ സ്മാരക പുരസ്കാരത്തിന് ഗായിക P സുശീലയെ തിരഞ്ഞെടുത്തു. കലൈഞ്ചർ സ്മാരക പുരസ്കാരത്തിന് അർഹയായത് ഗായിക P സുശീല. ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യക്ക് സ്വർണം. അപ്പോൾ ചെസ് ഒളിമ്പ്യാഡിലെ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യക്കാണ് സ്വർണം ലഭിച്ചത് ബുഡാപെസ്റ്റിൽ. ഗുഗേഷിൻ്റെ ചെസ് ചാമ്പ്യൻഷിപ്പ് ലഭിച്ചതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ചെസ്സിൽ ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ച അവാർഡും ആദ്യത്തെ സിനിമ, അവസാനത്തെ സിനിമ, അതൊക്കെ നമുക്ക് നോക്കാമേ. അന്തരിച്ചത് എന്നാണ്, ആ ഡേറ്റ്, 10th പ്രിലിംസിന് വേണ്ടിയിട്ട് 10th പ്രിലിംസ് ഇനിയിപ്പം ഡിസംബർ 28 ഫസ്റ്റ് സ്റ്റേജ് കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം ഡിസ്കസ് ചെയ്ത് പോവാം. നമുക്ക് ഇത്തവണ എന്തായാലും സെക്രട്ടേറിയറ്റ് OA ലഭിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അടുത്തത് കുറച്ച് വിയോഗങ്ങളാണ്. ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം സാൽവാദോർ ഷില്ലാച്ചി അന്തരിച്ചു. ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം സാൽവാദോർ ഷില്ലാച്ചി. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, സാൽവാദോർ ഷില്ലാച്ചി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളാണ്, ഇറ്റാലിയൻ ഫുട്ബോൾ താരമാണ്. പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധനും ചരിത്രകാരനും ഗവേഷകനുമായ പ്രൊഫസർ ഡോക്ടർ PK മാത്യു തരകൻ അന്തരിച്ചു. ചരിത്രകാരനാണ്, പിന്നെ ഗവേഷകനുമാണ്. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചരിത്രകാരൻ? അങ്ങനെ ചോദിക്കാം. PK മാത്യു തരകൻ. തെക്കേ അമേരിക്കൻ രാജ്യമായ പെറുവിലെ മുൻ പ്രസിഡന്റ് ആൽബർട്ടോ ഫുജിമോറി അന്തരിച്ചു. ആൽബർട്ടോ ഫുജിമോറി ഏത് രാജ്യത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്നു എന്ന് ചോദിക്കാം. പെറുവിലെ ആൽബർട്ടോ ഫുജിമോറി. എഴുത്തുകാരിയും അധ്യാപികയുമായ പ്രൊഫസർ B സുലോചന നായർ അന്തരിച്ചു. എഴുത്തുകാരിയാണ് B സുലോചന നായർ. അപ്പം ഒക്ടോബർ മാസത്തിലെ ഫസ്റ്റ് പാർട്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് സെക്കൻഡ് പാർട്ടും കൂടെ നോക്കാമേ.
ഹായ് കൂട്ടുകാരെ, നമുക്ക് ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ പാർട്ട് PSC ബുള്ളറ്റിൻ നോക്കാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡുകളും അപ്പോയിൻമെൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് ഒക്ടോബറിൻ്റെ ഡീറ്റെയിൽഡ് CA നോക്കാം. ഇത് PSC ബുള്ളറ്റിൻ മാത്രം നമുക്ക് പഠിച്ചു പോവാം. ഇത് കഴിഞ്ഞ് നവംബർ 10th പ്രിലിംസ് ഡിസംബറിലതിന് ഒക്ടോബറിലത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്ടോബർ നവംബർ അത് കഴിഞ്ഞ് ജനുവരിയിൽ വരുമ്പം ഡിസംബറും കൂടെ നോക്കാം. ഡിസംബറിൽ വന്നിട്ടില്ല, ഒരു പാർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നോബൽ സമ്മാനം ഇപ്പോൾ 24 ഡീറ്റെയിൽ നോക്കുമ്പോൾ മെയിൻ എക്സാം ആകുമ്പോൾ 22-ൻ്റെതും കൂടെ നോക്കണം. 22, 23, 24 പ്രിലിംസിന് 24 മാത്രമേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. നോബൽ ചോദിക്കുമ്പോൾ ഇപ്പം എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണെന്നുള്ളതാണ് മെയിനായിട്ട് ഇപ്പോൾ ചോദിച്ചു വരുന്നത്. നേരത്തെ പേര് ചോദിക്കുമായിരുന്നു, ഇപ്പോൾ പേരല്ല, എന്തിൻ്റെ കണ്ടുപിടുത്തം, ഇപ്പോൾ ഏത് മേഖല, ഫിസിക്സ് അങ്ങനെയല്ല, ഫിസിക്സിൽ എന്തുമായിട്ട് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്, അങ്ങനെയാണ് ചോദിച്ചു വരുന്നത്. പിന്നെ പേരുകൾ ചിലപ്പം 2 പേരാണെങ്കിൽ അങ്ങനെ മാറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഏത് രാജ്യം എന്നുള്ളത് നമുക്ക് നോബൽ പ്രത്യേക ഒരു ടോപ്പിക്കായിട്ട് പഠിക്കാം. അപ്പോൾ ഏത് രാജ്യം എന്നുള്ളതും കൂടെ പഠിക്കാം. 22ഉം 23ഉം കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാം. ഇപ്പോൾ ബുള്ളറ്റില്ലത് മാത്രം നോക്കാം. ആദ്യം മെഡിസിന് കിട്ടിയത് അമേരിക്കക്കാരാണ്. അപ്പോൾ 2 പേരും അമേരിക്കക്കാരായതുകൊണ്ട് രാജ്യം കുഴപ്പമില്ല. മെഡിസിന് മാത്രമേ നമുക്ക് ഇതിനകത്ത് രാജ്യം തന്നിട്ടുള്ളൂ. രാജ്യം അല്ലാതെ നമുക്ക് CA നോക്കുമ്പോൾ ഡീറ്റെയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ മെഡിസിന് കിട്ടിയത് വിക്ടർ ആംബ്രോസ് ഗാരി റൗക്കിൻ മൈക്രോ RNA കണ്ടുപിടുത്തത്തിനാണ് 2024 മെഡിസിന് നോബൽ സമ്മാനം കിട്ടിയത്. ആർക്കൊക്കെയാണ്? വിക്ടർ ആംബ്രോസ് ആൻഡ് ഗാരി റൗക്കിൻ. മൈക്രോ RNA കണ്ടുപിടുത്തമാണ് വിക്ടർ ആംബ്രോസിനും ഗാരി റൗക്കിനും നോബൽ സമ്മാനം കിട്ടിയത്. അടുത്തത് ഫിസിക്സിന് ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ എന്നിവർക്കാണ് എന്തിനാണ് നിർമ്മിത ബുദ്ധിക്ക് ആധാരമായ കണ്ടുപിടുത്തം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ആധാരമായ കണ്ടുപിടുത്തത്തിന് ഫിസിക്സിന് കിട്ടിയത് 2 ജോൺ ഉണ്ട്. അപ്പം ഫിസിക്സിന് കിട്ടിയത് ജോൺ ഹോപ്ഫീൽഡാണ്. ഹോപ്പ് വരുന്നത് ഫിസിക്സിനാണ്. ഹോപ്പ് വരുന്നത് ഫിസിക്സിലാണ്. അപ്പോൾ ഫിസിക്സിലാണ് ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണും. പറഞ്ഞതെന്ന് വെച്ചാൽ വീണ്ടും ഒരു ജോൺ വരുന്നുണ്ട്, അപ്പോൾ മാറിപ്പോവാതിരിക്കാനാണ് ജോൺ ഹോപ്ഫീൽഡ്. ഹോപ്പ് വരുന്നത് ഫിസിക്സിനാണ്. ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണും ചേർത്ത് പഠിച്ചാൽ നമുക്ക് മറക്കില്ല. ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ. ഫിസിക്സിന് എന്തിനാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ആധാരമായ കണ്ടുപിടുത്തത്തിനാണ് ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടിയത്. അടുത്തത് കെമിസ്ട്രി. രസതന്ത്രത്തിന് കിട്ടിയത് ഡേവിഡ് ബേക്കർ, ജോൺ ജമ്പർ, ഡെമിസ് ഹസബിസ്. 3 പേരാണ്. ഡേവിഡ് ബേക്കർ, ജോൺ ജമ്പർ, ഡെമിസ് ഹസബിസ്. എന്തിനാണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ, പ്രോട്ടീൻ സ്ട്രക്ചർ, പ്രൊഡക്ഷൻ. ഇവയുടെ കണ്ടുപിടുത്തത്തിനാണ് കെമിസ്ട്രിക്ക് കിട്ടിയത്. ഡേവിഡ് ബേക്കർ, ജോൺ ജമ്പർ, ഡെമിസ് ഹസബിസ്. സാഹിത്യത്തിന് കിട്ടിയത് ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹാൻ കാങ്ങിനാണ് സാഹിത്യത്തിന് കിട്ടിയത്. നമുക്ക് കൃതി പഠിക്കാം. നോബൽ നോക്കാം. ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി ഹാൻ കാങ്ങിനാണ് സാഹിത്യത്തിന് കിട്ടിയത്. സമാധാനത്തിന് കിട്ടിയത് ജപ്പാനിലെ ഒരു സംഘടനയാണ് നിഹോൺ ഹിഡാൻകോ. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡാൻകോ. ആണവായുധ മുക്തമായ ലോകത്തിനായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ആ സംഘടനയ്ക്ക് ലഭിച്ചത് നിഹോൺ ഹിഡാൻകോ. ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. വിക്ടർ ആംബ്രോസ്, ഗാരി റൗക്കിൻ. കണ്ടോ, മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വിക്ടർ ആദ്യത്തെ കൊടുത്തിരിക്കുന്നതാണ്. വിക്ടർ ആംബ്രോസ്, ഗാരി റൗക്കിൻ എന്തിനാണ്? മെഡിസിന് കിട്ടിയതാണ്. അമേരിക്കക്കാരാണ്. വിക്ടർ ആംബ്രോസ്, ഗാരി റൗക്കിൻ മൈക്രോ RNA കണ്ടുപിടുത്തം. ദെൻ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ എന്തിനാണ്? ഫിസിക്സിന്. ജോൺ ഹോപ്പ് വരുന്നത് ഫിസിക്സിനാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ആധാരമായ കണ്ടുപിടുത്തത്തിനാണ് ഫിസിക്സിന് കിട്ടിയത്. ഡേവിഡ് ബെക്കർ, ജോൺ ജമ്പർ, ഡെമിസ് ഹസബിസ് കെമിസ്ട്രിക്ക്, പ്രോട്ടീനുമായി റിലേറ്റഡ് ആണ് അല്ലേ കെമിസ്ട്രിക്ക് കിട്ടിയത്. ഹാൻ കാങ് ദക്ഷിണ കൊറിയൻ സാഹിത്യകാരി. ഹാൻ കാങ് എന്തിനാണ് കിട്ടിയത്? സാഹിത്യത്തിന്.
നിഹോൺ ഹിഡാൻകോ സംഘടന, ഇത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മൾ SCERT പഠിച്ചിട്ടുണ്ട്. സഡോക്കോ സുസൂക്കി കുക്ക്, നിഹോൺ ഹിഡാൻകോ സംഘടന അവരുടെ ഇതാണ്. നിഹോൺ ഹിഡാൻകോ എന്ന് പറഞ്ഞ സംഘടനയ്ക്കാണ് എന്തിന് കിട്ടിയത്? സമാധാനത്തിന് കിട്ടിയത്. പഠിച്ചല്ലോ. അടുത്തത് ഒരു അപ്പോയിൻമെൻറ്റ്. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ. ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനാണ് ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിച്ചത്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റാണ് MV ശ്രേയാംസ് കുമാർ. MV ശ്രേയാംസ് കുമാർ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ്. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ പ്രസിഡന്റാണ് ക്രിസ് ഗോപാലകൃഷ്ണൻ. ഇൻഫോസിസിൻ്റെ സഹസ്ഥാപകനാണ് ക്രിസ് ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിൻ്റെ പ്രസിഡന്റായിട്ട് നിയമിച്ചു. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി. തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? MK സ്റ്റാലിൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് ഉദയനിധി സ്റ്റാലിന് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി. ആക്ടറും കൂടിയാണ്, അറിയാമല്ലോ. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ മകനാണ്. ഉദയനിധി സ്റ്റാലിനെ നമ്മൾ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി നിയമിച്ചു. നാറ്റോയുടെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ട്. നാറ്റോയുടെ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടിന് ചുമതലയേറ്റു. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ. ടുണീഷ്യൻ പ്രസിഡന്റ് കൈസ് സെയ്ദ് വിജയിച്ചു. ടുണീഷ്യയിലെ പ്രസിഡന്റ് കൈസ് സെയ്ദ്, ജപ്പാൻ്റെ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ, നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ട്. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിൻ്റെ പുതിയ പ്രസിഡന്റ് ക്രിസ് ഗോപാലകൃഷ്ണൻ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ ജിനു സക്കറിയ. അടുത്തത് ASEAN ഇന്ത്യ കിഴക്കനേഷ്യ ഉച്ചകോടികളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ASEAN ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഇപ്പോൾ ലാവോസിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാവോസിലെത്തി. അപ്പോൾ ASEAN വേദി 2024 ASEAN ഉച്ചകോടിയുടെ വേദി ലാവോസിലായിരുന്നു. ഇന്ത്യയിൽ ദയാവധം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയത് ആരാണ്? ചൈന. ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയത് ചൈന. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരങ്ങളിൽ കാരിച്ചാൽ ജേതാവായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് നടന്നത്. എത്രാമതായിരുന്നു ഇപ്പോൾ നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി? 70ാമത്. ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ് വിജയിച്ചത്. കാരിച്ചാൽ ചുണ്ടൻ. വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ഡെയ്ൻ ബ്രാവോ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചു. ഡെയ്ൻ ബ്രാവോ ഏത് രാജ്യത്തിലെ ക്രിക്കറ്റ് കളിക്കാരനാണ്? വെസ്റ്റ് ഇൻഡീസ്. ഡെയ്ൻ ബ്രാവോ, വെസ്റ്റ് ഇൻഡീസ്. ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം അന്ത്വാൻ ഗ്രീസ്മാൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം അന്ത്വാൻ ഗ്രീസ്മാൻ. സ്പാനിഷ് താരം റാഫേൽ നാദൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. റാഫേൽ നാദൽ ടെന്നീസ് ഫേമസ് ആണല്ലോ. സ്പാനിഷ് താരമാണ്. പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ചു. അടുത്ത് സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ്. ആരുടെയാണ്? സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ്. ഉറപ്പായിട്ടും ചോദിക്കും. ഗുസ്തിയിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം സാക്ഷി മാലിക്. അത് ചോദിച്ചിട്ടുണ്ട്. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക്. സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ്. പിന്നെ കുറച്ച് സ്പോർട്സിൻ്റെ ഉണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കുമ്പോൾ അത് നോക്കാമേ. അടുത്തത് രത്തൻ ടാറ്റ അന്തരിച്ചു. ആ ഡേറ്റ് ഒന്ന് പഠിക്കണം. രത്തൻ ടാറ്റ. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് നോയൽ ടാറ്റയെ തിരഞ്ഞെടുത്തു. അടുത്തത് നമ്മുടെ ശ്രേഷ്ഠ ഭാഷ. ഇപ്പോൾ നിലവിൽ എത്ര ശ്രേഷ്ഠ ഭാഷ ഉണ്ടെന്ന് വെച്ചാൽ
അത് 11. മറാഠി അത് ചോദിച്ചു. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി. ഇപ്പം 5 ഭാഷ. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നോ അങ്ങനെ ഏതോ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ് ആണ് ഇപ്പോൾ 5 ഭാഷകൾ കൂടി ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത്. നേരത്തെ തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്കു, കന്നഡ, ഒഡിയ അങ്ങനെ 6 ഭാഷകളാണ് ഉണ്ടായിരുന്നത്. ശ്രേഷ്ഠ ഭാഷാ പദവികൾ ലഭിച്ച ഭാഷകളുടെ എണ്ണം നിലവിൽ 11. തമിഴാണ് ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെട്ടത്. ഇപ്പോൾ 5 എണ്ണം കൂടെ ഉണ്ട്. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. ഇപ്പോൾ നിലവിൽ എത്രയാണ്? 11. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച പ്രമുഖ നടനാണ് മിഥുൻ ചക്രവർത്തി. മിഥുൻ ചക്രവർത്തിക്കാണ് 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. ഈ വർഷത്തെ വയലാർ സാഹിത്യ അവാർഡ് കിട്ടിയത് ആർക്കാണ്? അശോകൻ ചെരുവിൽ. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് വയലാർ അവാർഡ്. 2024 വയലാർ അവാർഡിന് അർഹനായത് ആരാണ്? അശോകൻ ചെരുവിൽ, കാട്ടൂർ കടവ്. രാജ്യത്തിൻ്റെ അഭിമാന പുരസ്കാരമായ സരസ്വതി സമ്മാൻ മലയാളത്തിൻ്റെ പ്രിയ കവി പ്രഭാവർമ്മ ജ്ഞാനപീഠം ജേതാവ് ഡോക്ടർ ദാമോദർ മൗജോയിൽ നിന്ന് ഏറ്റുവാങ്ങി. ദാമോദർ മൗസോ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ട്? ദാമോദർ മൗസോ ജ്ഞാനപീഠം ജേതാവ് ആണ്. പ്രഭാവർമ്മയ്ക്ക് ഏത് അവാർഡാണ് കിട്ടിയത്? സരസ്വതി സമ്മാൻ. രാജ്യത്തിൻ്റെ അഭിമാന പുരസ്കാരമായ സരസ്വതി സമ്മാൻ ലഭിച്ച മലയാള കവിയാണ് പ്രഭാവർമ്മ. കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കടലുണ്ടി, കുമരകം പഞ്ചായത്തുകൾ അർഹത നേടി. കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരത്തിന് അർഹത നേടിയ പഞ്ചായത്തുകളാണ് കടലുണ്ടിയും കുമരകവും. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ 2023 അവാർഡിന് അധ്യാപകനും ഭാഷാ പണ്ഡിതനും ഭാഷാ ഗവേഷകനുമായ വട്ടപ്പറമ്പിൽ പീതാംബരൻ അർഹനായി. ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ 2023 അവാർഡിന് ആർക്കാണ് കിട്ടിയത്? വട്ടപ്പറമ്പിൽ പീതാംബരൻ. 2023 ONV സാഹിത്യ പുരസ്കാരത്തിന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി അർഹയായി. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഗൗരി ലക്ഷ്മിഭായി. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീചിത്രഗാഥ എന്ന കൃതിയെയാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. ONV സാഹിത്യ പുരസ്കാരം അതിനകത്ത് തെളിഞ്ഞിട്ടില്ല. 2023 ONV സാഹിത്യ പുരസ്കാരത്തിന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയുടെ ഏത് കൃതിയാണ്? ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീചിത്രഗാഥ. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥ ഇന്ദ്രധനുസിന്. ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. അത് ചോദിക്കൂല. ഇന്ദ്രധനുസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം. ചിലപ്പോൾ ചോദിച്ചാലായി നമ്മൾ ചിലപ്പം ഇന്ദ്രധനുസ് ആയിരിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ചിലപ്പോൾ എഴുതാതിരിക്കുന്നവരും ഉണ്ട്. ഇന്ദ്രൻസിൻ്റെ ആത്മകഥ ഇന്ദ്രധനുസാണ്. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഇന്ദ്രൻസിൻ്റെ ആത്മകഥയായ ഇന്ദ്രധനുസിനാണ് കിട്ടിയത്. അടുത്തത് വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂർ. വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം വയലാർ അവാർഡല്ല. വയലാർ അവാർഡ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ആർക്കാണ്? അശോകൻ ചെരുവിൽ, കാട്ടൂർ കടവ്. ഇത് വയലാർ സാംസ്കാരിക വേദിയുടെ പുരസ്കാരമാണ്, സാഹിത്യ പുരസ്കാരമാണ് ജോർജ് ഓണക്കൂറിന് ലഭിച്ചത്. വയലാർ സാംസ്കാരിക വേദിയുടെ അവാർഡ് ലഭിച്ചത് ജോർജ് ഓണക്കൂർ. 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ, കാട്ടൂർ കടവ്. ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം സ്പേസ് എക്സ്, ടെസ്ല, എക്സ് മേധാവി ഇലോൺ മസ്കാണ് ലോകസമ്പന്നൻ. ബ്ലൂംബെർഗിൻ്റെ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ലോകസമ്പന്നൻ ആരാണ്? എലോൺ മസ്ക്, സ്പേസ് എക്സിൻ്റെയൊക്കെ മേധാവി. 14ാം സ്ഥാനത്തുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ അതിസമ്പന്നൻ. ലോകത്തിലെ 14ാം സ്ഥാനം ആർക്കാണ്? മുകേഷ് അംബാനി. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം നാസ കണ്ടെത്തി. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോൺ നമ്മൾ പഠിച്ചായിരുന്നു SCERT.
പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ എന്ത് കണ്ടുപിടിച്ചു? എന്തിൻ്റെ സാന്നിധ്യം? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും. സൂര്യന് സമീപമുള്ള ബെർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന ബെർണാഡ് ബി എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടുപിടിച്ചു. സൂര്യന് സമീപത്തുള്ള ബെർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന ബെർണാഡ് ബി എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തി. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ഹാൻലെയിൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ലഡാക്കിലെ ഹാൻലെയിലാണ്. 4300 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ദൂരദർശിനിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനിയാണ് ലഡാക്കിലെ ഹാൻലെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും കൂടിയാണ്. അടുത്തത് 2 വിയോഗം. നടൻ TP മാധവൻ അന്തരിച്ചു. ഗണിതശാസ്ത്രജ്ഞൻ ഡോക്ടർ MST നമ്പൂതിരിയും അന്തരിച്ചു. 2 വിയോഗം. കുറേ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറേ പോയിൻറ്റ്സുകളാണ്. എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒക്ടോബർ മാസത്തിലെ 2 ബുള്ളറ്റിന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് നവംബറിലാണ്. ഒക്ടോബറിലെ ഡീറ്റെയിലിൽ നോക്കിയിട്ട് നമുക്ക് നവംബറിൽ പോവാം.